നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഐ എഗ്രി വിത്ത് യു. ഐ എഗ്രി വിത്ത് യു എന്നുള്ള എക്സ്പ്രഷൻ നമ്മളെപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, വേറൊരാൾ പറഞ്ഞ ഒപ്പീനിയനോട്, അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേ അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ എഗ്രി വിത്ത് യു. ഞാൻ താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു, എനിക്കും അതേ അഭിപ്രായമാണ് ഉള്ളത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐ എഗ്രി വിത്ത് യു. ഞാൻ താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു, എനിക്കും അതേ അഭിപ്രായമാണുള്ളത്. ഐ കംപ്ലീറ്റ്ലി എഗ്രി. ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഐ ടോട്ടലി എഗ്രി. നെക്സ്റ്റ്, ദിസ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വി ഷുഡ് കം ഹിയർ എഗെയിൻ. നമുക്കിവിടെ വീണ്ടും വരണം. ഐ ടോട്ടലി എഗ്രി. നീ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു, എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈ സ്ഥലം വളരെ മനോഹരമാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദ വെദർ ഈസ് നൈസ്. കാലാവസ്ഥയും മനോഹരമാണ്. ഐ കംപ്ലീറ്റ്ലി എഗ്രി. നീ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു, എനിക്കും അതേ അഭിപ്രായമാണ് ഉള്ളത്. നെക്സ്റ്റ്, ഐ തിങ്ക് വി ഷുഡ് ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് അവർ കസ്റ്റമർ സർവീസ്. നമ്മുടെ കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ നമുക്ക് ഫോക്കസ് ചെയ്യണം. ഐ എഗ്രി വിത്ത് യു. നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, എനിക്കും അതേ അഭിപ്രായമാണ് ഉള്ളത്. നെക്സ്റ്റ്, ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് മൂവി വി വാച്ച്ഡ് ലാസ്റ്റ് നൈറ്റ്. നമ്മൾ ലാസ്റ്റ് നൈറ്റ് കണ്ട മൂവി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഐ എഗ്രി വിത്ത് യു. നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, എനിക്കും അതേ അഭിപ്രായമാണ് ഉള്ളത്. ഇറ്റ് വാസ് സോ എൻ്റർടൈനിങ്. അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ വേറൊരാൾ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ഐ എഗ്രി വിത്ത് യു, അല്ലെങ്കിൽ ഐ കംപ്ലീറ്റ്ലി എഗ്രി, അല്ലെങ്കിൽ ഐ ടോട്ടലി എഗ്രി. ഇനി അടുത്ത എക്സ്പ്രഷനിലോട്ട് പോകാം. ഈ ഒരു എക്സ്പ്രഷൻ്റെ ആശയം ഡിഫറൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ കൂട്ടേയല്ല. എന്തായാലും ഞാൻ എക്സ്പ്രഷൻ വായിക്കാം. ഐ കുഡ്ന്റ് എഗ്രി മോർ. ഈ ഒരു എക്സ്പ്രഷൻ്റെ ആശയം എന്ന് വെച്ചാൽ, താങ്കൾ പറഞ്ഞതിനോട്, താങ്കൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ടും ഹൃദയം കൊണ്ടും യോജിക്കുന്നു എന്നാണ്. യോജിക്കുന്നില്ല എന്നല്ല. അവിടെ കുടിൻ്റെ കണ്ട് നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഓർക്കുക. താങ്കൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ടും ഹൃദയം കൊണ്ടും യോജിക്കുന്നു എന്നാണ്, യോജിക്കുന്നില്ല എന്നല്ല. നിങ്ങൾ തെറ്റിപ്പോകല്ലേ. അപ്പോൾ ഐ കുഡ്ന്റ് എഗ്രി മോർ എന്ന് വെച്ചാൽ, താങ്കൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ടും ഹൃദയം കൊണ്ടും യോജിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിപ്പോകല്. വളരെ കോമൺ ആണ് നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ. 2-3 സെൻറ്റൻസ് നോക്കാം. ഐ റിയലി തിങ്ക് വി നീഡ് ടു ഡു മോർ ടു പ്രൊട്ടക്റ്റ് അവർ പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഐ കുഡ്ന്റ് എഗ്രി മോർ. ഞാൻ താങ്കൾ പറഞ്ഞതിനോട്, ആ കാര്യത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു, ഹൃദയം കൊണ്ടും യോജിക്കുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡൊണാൾഡ് ട്രംപ് ഷുഡ് നോട്ട് ബി പ്രസിഡൻറ്റ്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആകരുത്. ഐ കുഡ്ന്റ് എഗ്രി മോർ. ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു, ഹൃദയം കൊണ്ടും യോജിക്കുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ബുദാപെസ്റ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. ബുദാപെസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു. ഐ കുഡ്ന്റ് എഗ്രി മോർ. ഞാൻ താങ്കൾ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു, ഹൃദയം കൊണ്ട് യോജിക്കുന്നു. ബുദാപെസ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു. നെക്സ്റ്റ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ എ സക്സസ്ഫുൾ ടീം. ഒരു സക്സസ്ഫുൾ ടീമിന് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അബ്സല്യൂട്ട്ലി, തീർച്ചയായും. ഐ കുഡ്ന്റ് എഗ്രി മോർ. താങ്കൾ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ടും ഹൃദയം കൊണ്ടും യോജിക്കുന്നു. അപ്പോൾ ഐ കുഡ്ന്റ് എഗ്രി മോർ എന്നുള്ള എക്സ്പ്രഷൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ടും ഹൃദയം കൊണ്ടും യോജിക്കുന്നു എന്ന് പറയുവാനായിട്ടാണ് നമ്മൾ ഐ കുഡ്ന്റ് എഗ്രി മോർ എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എക്സ്പ്രഷനിലോട്ട് പോകാം. ഐ നോ വാട്ട് യു മീൻ, ഐ സീ വാട്ട് യു മീൻ. ഈ 2 എക്സ്പ്രഷൻ്റെ ആശയം എന്ന് വെച്ചാൽ, താങ്കൾ പറഞ്ഞത്, താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി എന്നാണ് ഈ 2 എക്സ്പ്രഷൻ്റെ ആശയം. ഐ നോ വാട്ട് യു മീൻ, ഐ സീ വാട്ട് യു മീൻ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. 2 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഐ ലൈക്ക് ദിസ് ബെഡ്. എനിക്ക് ഈ ബെഡ് ഇഷ്ടമായി. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? നിനക്ക് എന്താണ് തോന്നുന്നത്? ബെഡ് മേടിക്കാൻ പോയ 2 പേര് തമ്മിലുള്ള സംഭാഷണമാണ്. ഐ ലൈക്ക് ദിസ് ബെഡ്.
എനിക്ക് ഈ ബെഡ് ഇഷ്ടമായി. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? നിനക്ക് എന്താണ് തോന്നുന്നത്? നിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ്, ഐ തിങ്ക് ഇറ്റ്സ് എ ലിറ്റിൽ ടു ബിഗ് ഫോർ അവർ റൂം. നമ്മുടെ റൂമിന് ഇത് കുറച്ച് വലുതാണ്. അവർ റൂം ഈസ് സ്മോൾ. നമ്മുടെ റൂം വളരെ ചെറുതാണ്. അപ്പം മറ്റേ ആൾ മറുപടി കൊടുക്കുകയാണ്, യാ ഐ നോ വാട്ട് യു മീൻ. നീ പറഞ്ഞത്, നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫൈൻഡിങ് എ റിലയബിൾ ബേബി സിറ്റർ ഈസ് നോട്ട് ഈസി. നല്ലൊരു ബേബി സിറ്ററിനെ കണ്ടുപിടിക്കുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഐ നോ വാട്ട് യു മീൻ. നീ പറഞ്ഞത്, നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാനും അന്വേഷിച്ചിട്ടുണ്ട്. ഞാനും ഒരു ബേബി സിറ്ററിനെ അന്വേഷിച്ചിട്ടുണ്ട്. അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നീ പറഞ്ഞത്, നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഐ നോ വാട്ട് യു മീൻ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വി കാൻ ഫോഴ്സ് ഹെർ ടു ലീവ് ഹിം. അവളെ അവനിൽ നിന്ന് വിട്ടുപിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ്സ് ഹെർ ഡിസിഷൻ. അത് അവളുടെ തീരുമാനമാണ്. ഐ സീ വാട്ട് യു മീൻ. നീ പറഞ്ഞത്, നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ബട്ട് വി ഗോട്ട് ടു ഡു സംതിങ്. പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഐ സീ വാട്ട് യു മീനാണ് ചേർത്തിരിക്കുന്നത്. ഐ സീ വാട്ട് യു മീനിൻ്റെയും ഐ നോ വാട്ട് യു മീനിൻ്റെയും ആശയം സെയിം തന്നെയാണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഐ നോ വാട്ട് യു മീൻ നമ്മൾ എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ, നമുക്ക് ആ പറഞ്ഞ കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഐ നോ വാട്ട് യു മീൻ യൂസ് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, ആ കാര്യത്തെപ്പറ്റി അറിവ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഐ സീ വാട്ട് യു മീൻ യൂസ് ചെയ്യാം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു.